നമസ്കാരം. ഹെലികോപ്റ്റർ യാത്രാ വിവാദത്തിൽ ഒടുവിൽ വിശദീകരണം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്തതിനെ താൻ വിമർശിച്ചിട്ടില്ല എന്നും ഒരു നിക്ഷേപ ഗ്രൂപ്പിനെ കാണാനാണ് താൻ പോയതെന്ന നയം വ്യക്തമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ട് ബിസിനസ് ഗ്രൂപ്പുമായി കൊച്ചിയിൽ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നുവെന്നും അതിനായി വന്ദേ ഭാരത് ബുക്ക് ചെയ്തിരുന്നു. നേരത്തെ കാണണമെന്ന കാര്യം അവർ ആവശ്യപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. യാത്ര ചെയ്താലും ഇല്ലെങ്കിലും എന്ത് കൊടുക്കണം? 80 ലക്ഷം കൊടുക്കണം. തൻ്റെ യാത്രയുടെ പേരിൽ ഇനി ഖജനാവിൽ നിന്നും 1 രൂപ പോലും നഷ്ടം സംഭവിക്കുകയുമില്ല എന്ന കാര്യം വ്യക്തമാക്കി. ഏതായാലും താൻ പാർട്ടി സമ്മേളനത്തിൽ പോയിട്ടില്ല. ഔദ്യോഗിക ആവശ്യത്തിനാണ് പോയത്. സർക്കാരിന് ഗുണകരമാകുന്ന കാര്യത്തിനാണ് പോയതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. എന്നാൽ നിക്ഷേപക ഗ്രൂപ്പിന്റെ പേര് എന്താണ് എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാൻ വി.ഡി. സതീശൻ തയ്യാറായില്ല. ഇനി അവരെ കൂടി വലിച്ചിഴക്കണമോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുചോദ്യം. അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തു. നേരത്തെ സർക്കാരിന്റെ വാടക ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു എന്ന ആരോപണവുമായി ഇടതുമുന്നണി രംഗത്ത് വന്നിരുന്നു. അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കേണ്ട ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പറന്നതായാണ് വിഷയം. ഭാര്യാപിതാവിനെ കാണാനാണ് മുഖ്യമന്ത്രി പൊതുപണം ഉപയോഗിച്ച് ഹെലികോപ്റ്റർ യാത്ര നടത്തിയെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച വാർത്ത സൈബർ ഇടത്തിൽ തന്നെ സഖാക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ ആരോപണങ്ങളെ മുഖ്യമന്ത്രിയോട് അടുത്ത വൃത്തങ്ങൾ തള്ളുകയായിരുന്നു. കൊച്ചിയിലെ ചില ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ നിശ്ചയിച്ചിരുന്നു എന്നും അതിനായി നടത്തിയ യാത്രക്കിടയിലാണ് രോഗബാധിതനായി ആശുപത്രിയിൽ കഴിയുന്ന ഭാര്യാപിതാവിനെ സന്ദർശിച്ചതെന്നുമാണ് വിശദീകരണം. രാവിലെ കൊച്ചിയിലേക്ക് പുറപ്പെട്ട ഹെലികോപ്റ്റർ മോശം കാലാവസ്ഥ കാരണം തിരുവനന്തപുരത്തേക്ക് തന്നെ മടങ്ങിയിരുന്നുവെങ്കിലും ഉച്ചയോടെ വീണ്ടും പുറപ്പെട്ട് നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു. പ്രതിമാസം 80 ലക്ഷം രൂപ വാടക നൽകുന്ന ഹെലികോപ്റ്ററിന്റെ കരാർ കാലാവധി ഈ മാസം അവസാനിക്കാനിരിക്കെയാണിത്. പ്രതിമാസം 25 മണിക്കൂർ പറക്കാനാണ് കരാറുള്ളത്. ഇത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നിശ്ചിത വാടക നൽകേണ്ടതാണ്. ഏതായാലും മാവോയിസ്റ്റ് വേട്ട, പ്രകൃതി ദുരന്തങ്ങളിലെ രക്ഷാപ്രവർത്തനം, ആരോഗ്യ മേഖലയിലെ അടിയന്തര യാത്രകൾ എന്നിവ മുൻനിർത്തിയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിരുന്നത്. ഈ യാത്ര കാരണം സംസ്ഥാന ഖജനാവിന് 1 രൂപ പോലും അധിക ചിലവ് വന്നിട്ടില്ല എന്നും കഴിഞ്ഞ 3 വർഷമായി കേരളം വാടകയ്ക്കെടുത്തിട്ടുള്ള ഹെലികോപ്റ്റർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് VIP യാത്ര ആവശ്യങ്ങൾക്കല്ല, മറിച്ച് സംസ്ഥാന പോലീസിൽ നിന്നുമുള്ള നിർണായക വിവരങ്ങൾക്കാണെന്നും പ്രമുഖ ഏവിയേഷൻ വിദഗ്ധർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച മുഖ്യമന്ത്രി നടത്തിയ യാത്രയുടെ സമ്പൂർണ്ണ റൂട്ട് മാപ്പും ഇതിന്റെ സാമ്പത്തിക വശങ്ങളുമാണ് ജേക്കബ് ഫിലിപ്പ് വിശദമാക്കിയിരുന്നത്. എന്തായാലും അതിൽ സൗജന്യ കോട്ടയിലെ പറക്കലായി വിശദീകരിക്കുന്നത് ഇപ്രകാരമായിരുന്നു. അതായത് പ്രതിമാസം 80 ലക്ഷം രൂപ വാടക നൽകി 25 മണിക്കൂർ സൗജന്യമായി പറക്കണമെന്ന നിലവിലുള്ള കരാർ ജൂലൈ മാസത്തിലെ ഈ 25 മണിക്കൂർ കോട്ട പൂർത്തിയായിരുന്നില്ല എന്നും അതുകൊണ്ട് തന്നെയാണ് വെള്ളിയാഴ്ച മുഖ്യമന്ത്രി നടത്തിയ 4 മണിക്കൂർ 25 മിനിറ്റ് നീണ്ട പറക്കൽ കേരളത്തിന് പ്രത്യേകം സാമ്പത്തിക ബാധ്യതയൊന്നും ഉണ്ടാക്കി തരില്ല എന്നുമാണ്. എന്തായാലും 2023 വാടകയ്ക്കെടുത്തിട്ടുള്ള ഈ ഹെലികോപ്റ്റർ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് സംസ്ഥാന പോലീസാണ്. തീരദേശ വനപ്രദേശ പെട്രോളിംഗ്, ദുരന്ത നിവാരണം, മറ്റ് നിയമപരിപാലന ദൗത്യങ്ങൾ എന്നിവയ്ക്കായിരുന്നു ഭൂരിഭാഗം പറക്കലുകളും. പോലീസ് കഴിഞ്ഞാൽ മാത്രമാണ് മന്ത്രിമാർ, മുഖ്യമന്ത്രി, ഗവർണർ എന്നിവർ ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. 10ലേറെ തവണ അത്യാസന്ന നിലയിലുള്ള രോഗികൾക്കായി അവയവ കൈമാറ്റ പ്രക്രിയയ്ക്കും ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഹെലികോപ്റ്റർ ഉപയോഗിക്കുകയോ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ തുക വാടക നൽകി ഹെലികോപ്റ്ററുകൾ എടുക്കാറുണ്ട് എങ്കിലും അവിടെയൊന്നും പോലീസ് ആവശ്യങ്ങൾക്ക് ഇവ ഉപയോഗിക്കാറില്ല എന്നാണ് പൊതുവെയുള്ള കണക്കുകൂട്ടൽ. എന്തായാലും ബീഹാറിൽ 87 ലക്ഷം രൂപ വാടകയ്ക്ക് പുറമെ ഓരോ മണിക്കൂറിനും 99,000 രൂപ അധികമായി നൽകണം. ഗുജറാത്ത് സർക്കാർ ആകട്ടെ മാസം 2.69 കോടിയോളം നൽകുന്നു. ഇതിൽ നിന്നുമൊക്കെ തികച്ചും ലാഭകരമായ വ്യവസ്ഥയിലാണ് കേരളം കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പതിവ് ഹെലികോപ്റ്ററിലെ പൈലറ്റുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സം കാരണമായിരുന്നു ചിപ്സൺ ഏവിയേഷൻ താൽക്കാലികമായി നൽകിയ VT-RGQ H145 എയർബസ് ഹെലികോപ്റ്ററാണ് വെള്ളിയാഴ്ച ഉപയോഗിച്ചത്.